പാലക്കാടിന്റെ യഥാർത്ഥ വശ്യ സൗന്ദര്യം ഒളിഞ്ഞുകിടക്കുന്ന സഹ്യന്റെ മടിത്തട്ടിൽ മറഞ്ഞിരിക്കുന്ന ഒരു താഴ്വര അട്ടപ്പാടി. ഒരു പാലക്കാട് ജില്ലക്കാരനായതുകൊണ്ട് തന്നെ പുറത്തുള്ള ഒരാളോട് പാലക്കാട് എന്ന് ചോദിക്കുമ്പോൾ അവർക്ക് മനസ്സിൽ തോന്നും യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്ന സ്ഥലങ്ങൾ അവർ പറയുന്നത് നെല്ലിയാമ്പതിയും മലമ്പുഴയും അതുപോലെ കൊല്ലങ്കോടൊക്കെയാണ്. അതിനപ്പുറത്തേക്ക് പാലക്കാട് എന്തൊക്കെയുണ്ട് എന്നുള്ളത് എല്ലാവരെയും കാണിക്കണമെന്ന് പണ്ട് മുതലേ എനിക്കുള്ളൊരു ആഗ്രഹമാണ്. അതിൻ്റെ ആദ്യപടിയായിട്ട് അങ്ങ് അട്ടപ്പാടിയിൽ തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. എന്നും സിനിമകളിലും ട്രോളുകളിലും പേരുകൊണ്ട് മാത്രം പഴി കേട്ടിട്ടുള്ള അട്ടപ്പാടി. പട്ടാമ്പിയിൽ നിന്ന് പ്രത്യേകിച്ച് പ്ലാനുകളൊന്നുമില്ലാതെ യൂഷ്വൽ ടൂറിസ്റ്റ് സ്പോട്ടുകളൊക്കെ ഒഴിവാക്കിയിട്ട് ഒന്ന് കറങ്ങി വരാമെന്ന് വിചാരിച്ചു തുടങ്ങിയ യാത്രയാണ് പട്ടാമ്പി, ചെറുപ്പളശ്ശേരി, കോങ്ങാട്, മണ്ണാർക്കാട് വഴി അട്ടപ്പാടി. അതാണ് നമ്മുടെ പ്ലാൻ. പൊതുവെ എങ്ങോട്ട് പോകുമ്പോൾ പുലർച്ചെ തന്നെ ഇറങ്ങുന്ന ആളാണ് ഞാൻ. ഇന്നത്തെ യാത്ര നമ്മുടെ പ്രശാന്ത് ഭാസ്കരൻ അഥവാ ബാസണന്റെ കൂടെയാണ്. ആളെപ്പറ്റി പറഞ്ഞ 60കളിലെ ജനനവും ജെൻസി വൈബും. ഞാൻ എപ്പോഴും എൻ്റെ അതേ വൈബുള്ള ആൾക്കാരുടെ കൂടെയാണ് യാത്ര ചെയ്യാൻ ശ്രമിക്കാറുള്ളത്. ആളോട് അട്ടപ്പാടി പോയാലോ എന്ന് ചോദിച്ചപ്പോൾ അതിനെന്താ എന്നാ പോണ്ടേന്ന് ചോദിച്ചു തുടങ്ങിയ യാത്രയാണ്. പട്ടാമ്പിയിൽ തുടങ്ങിയ യാത്ര മണ്ണാർക്കാട് വരെ നല്ല റോഡായിരുന്നു. അതിനപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ ഉണ്ണിയപ്പം ഒഴിച്ച പോലെയാണ് റോഡ്. മൊത്തം കുണ്ടും കുഴികളായിട്ട് നല്ല രീതിക്കൊന്നും ബുദ്ധിമുട്ടും. ഞാൻ അധികം ഈ ഡെസ്റ്റിനേഷൻ അല്ലാണ്ട് റൂട്ടിന് പ്രയോറിറ്റി കൊടുക്കുന്നതുകൊണ്ട് തന്നെ നല്ല നല്ല ഫ്രെയിംസ് ഉണ്ട് അവിടെയൊക്കെ നിർത്തിയിട്ടേ പോകാറുള്ളൂ. ഈ രാവിലെ നേരത്തെ ഇറങ്ങുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഉണ്ടാകുന്ന ഒരു ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുവിധം സ്ഥലങ്ങളൊക്കെ നമുക്ക് അധികം ആൾത്തിരക്കില്ലാണ്ട് നല്ല സമാധാനത്തിൽ വീഡിയോ ഒക്കെ എടുത്ത് എല്ലാം ആസ്വദിക്കാൻ പറ്റുന്നതാണ്. മഴക്കാലം ആയതുകൊണ്ട് തന്നെ നല്ല ചെറിയ ചാറ്റൽ മഴയും കോടയൊക്കെ ആയിരുന്നു ചുരം കയറുമ്പോൾ തന്നെ. അട്ടപ്പാടി ചുരം കയറുന്ന അധികം ആളുകളും സൈലന്റ് വാലിയും ചുരത്തിൽ ആ തണുത്ത ക്ലൈമറ്റൊക്കെ ആസ്വദിക്കാൻ വരുന്നവരാണ്. എല്ലാ നീരുറവുകളും പൊട്ടിയിട്ടുള്ള വെള്ളച്ചാട്ടവും കോടമഞ്ഞും തണുത്ത ക്ലൈമറ്റുമായിട്ട് ചുരത്തിൽ കൂടെ യാത്ര ചെയ്യാൻ ഭയങ്കര രസമാണ്. ആ ഒരു കാടിൻ്റെ എയർ ക്വാളിറ്റി നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. പ്രത്യേകിച്ച് പ്ലാനുകളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ചുരത്തിലൊരു ഹോട്ടലിൽ നിന്ന് രാവിലത്തെ ഭക്ഷണം കഴിച്ച ശേഷം ഞങ്ങൾ കണ്ടിന്യൂ ചെയ്ത് ഷോളയൂർ ആനക്കട്ട് റൂട്ടിലായിരുന്നു. പോകുന്ന വഴിക്ക് ഭവാനിപ്പുഴയെ കുറുകെ കണ്ടൊരു പാലം. ഇന്ന് അങ്ങോട്ടൊന്ന് ഇറങ്ങിയിട്ട് ഒന്ന് നടന്നിട്ട് വന്നാലോ വെച്ച് ഇറങ്ങിയതാണ്. നീലഗിരിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ഭവാനിപ്പുഴയും സൈലന്റ് വാലിയിലെ അഗിന്ത കൊടിമുകളിൽ നിന്ന് ഉത്ഭവിക്കുന്ന കുന്തിപ്പുഴയൊക്കെയാണ് അട്ടപ്പാടിയിലെ പ്രധാന ജലസ്രോതസ്. ഇരുള, മുടുക, കുറുമ്പ തുടങ്ങി 192-ലധികം ഗോത്രവിഭാഗങ്ങൾ അധിവസിക്കുന്ന ഒരു വനമേഖലയാണ് അട്ടപ്പാടി. അധികം ഊരുകളും വനത്തിനുള്ളിലായതുകൊണ്ട് തന്നെ പുറത്തുള്ളവർക്ക് കടന്നു ചെല്ലാൻ സാധിക്കില്ല. അങ്ങനെയായിരിക്കും ബാസറിന് അതിൽ കൂടെ പോകാൻ ചേച്ചി കണ്ടപ്പോൾ ഒരു കൗതുകം. ഈ പാലില്ലാത്ത സമയത്ത് നിങ്ങൾ എങ്ങനെയായിരിക്കും അപ്പുറത്തേക്ക് കിടന്നത്? ചേച്ചിയാണെങ്കിൽ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. ചോദ്യം കേൾക്കാൻ വേണ്ടി നിൽക്കുന്ന പോലെയായിരുന്നു ചേച്ചി. മൊത്തം അറിയാറുണ്ടല്ലേ? മൊത്തം അറിയോ? ഇതൊന്നുമല്ല, പാലം മുട്ടുന്ന വരെ വെള്ളം വരും. അപ്പോൾ ഞങ്ങൾ മുളയുടെ ചങ്ങാടൊക്കെ വെച്ചിട്ട് അപ്പുറത്തേക്ക് പോയിരുന്നു. അല്ലെങ്കിൽ പിന്നെ അവർക്ക് അക്കരെ കടക്കാനുള്ള ഒരു മാർഗം എന്ന് പറഞ്ഞാൽ താവളം മൊത്തം കറങ്ങി വരണം. ഇങ്ങനെയൊക്കെ തന്നെയല്ലേ ഓരോ യാത്രകളും. നമ്മൾ വിചാരിക്കാതെ കിട്ടുന്ന ഫ്രെയിംസ്, ഇതൊക്കെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ സന്തോഷം തരുന്നത്. എന്താണ് സ്ഥലത്തിൻ്റെ പേര്? ഗൊഞ്ചിയൂർ. അവിടുന്ന് നേരെ ഗൊഞ്ചിയൂർ റൂട്ടിൽ ഓടിച്ചപ്പോൾ ഒരു നല്ല നമ്മൾ കണ്ട ആ ഒരു പുഴയുടെ തന്നെ നല്ലൊരു ഒഴുക്കുള്ളൊരു സ്ഥലങ്ങൾ കാണിച്ചു തരാം. അകളിയൊക്കെ കഴിഞ്ഞപ്പോൾ നേരെ പോകുന്നതിന് വേറെ വെറുതെ ഒരു ഡീവേഷൻ എടുത്ത് നോക്കിയതാണ്. പുഴയുടെ തീരം ചേർന്നിട്ടുള്ള റോഡായതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ സ്ഥലങ്ങളുണ്ടാവുമെന്ന് പ്രതീക്ഷിച്ച് കൊച്ചു പിടിച്ചതാണ്. ഊഹം തെറ്റിയില്ല. ഉരുളം പാറകളും കല്ലുകളും ഒക്കെ ആയിട്ട് ഭവാനിപ്പുഴ ഒഴുകുന്നു. ഞായറാഴ്ചയായിട്ട് പോലും ഈ വഴിയിലൊന്നും ആരുമില്ല. താഴത്തേക്ക് ഇറങ്ങാനുള്ളൊരു വഴി കണ്ടപ്പോൾ ഇറങ്ങി നോക്കി. അയ്യാനേ ഒരു സാധനം കുളത്തി കാലുമേ നേരെ വെള്ളത്തിലുണ്ടാവും. എന്താ പറയുക, സ്വർഗം.
വൈബുതല്ലേ. സമയം പോയതറിഞ്ഞില്ല. ബാസനാണെങ്കിൽ ഇത്രയും നല്ലൊരു സ്ഥലം കണ്ടപ്പോൾ സന്തോഷം കൊണ്ട് എന്തൊക്കെയാ ചെയ്യേണ്ടെന്ന് ഒരു നിശ്ചയം ഉണ്ടായിരുന്നില്ല. പാറകളൊക്കെ നല്ല മിനുസത്തിൽ കിടക്കുന്നത് കണ്ടപ്പോഴേ മനസ്സിലായി കുറച്ച് ദിവസം മുന്നേ വരെ ഇത് കൂടെ വെള്ളം ഒഴുകിയിട്ടുണ്ട്. ഇങ്ങനത്തെ പുഴകളിൽ ഇറങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അത് തന്നെയാണ്. കുന്നുകളിലും മലകളിൽ നിന്നൊക്കെ ഉത്ഭവിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് വെയിലാണെങ്കിലും അവിടെ മഴ പെയ്താൽ മതി ഇവിടെ വെള്ളം കയറാൻ. സോ ആ ഒരു കാര്യം നമ്മൾ നല്ല രീതിക്ക് ശ്രദ്ധിക്കണം ഇത്തരം പുഴകളിലൊക്കെ ഇറങ്ങുമ്പോൾ. നമ്മളീ പാലക്കാട് ജില്ലക്കാരാണ്. നമ്മള് ഇത്രയും അടുത്തുള്ള ഒരു സാധനം പോലും ഞാനിപ്പോ മെയിനായിട്ട് അട്ടപ്പാടി കാരണം നമ്മളീ അട്ടപ്പാടി എന്ന് പറഞ്ഞ വെറും കളിയാക്കലും ചാനൽ മാത്രമേ കേട്ടിട്ടുള്ളൂ. ഇതിന്റെ ഉള്ളിൽ പിന്ന സ്ഥലങ്ങളുണ്ട്. അതിശയം മാത്രം, വേറെ ഒന്നും അട്ടപ്പാടി വീണ സ്ഥലം. അതായത് ഒരു 5 മിനിറ്റ് ഇട്ട് കഴിഞ്ഞാൽ നമ്മളവിടെ കിടക്കും, അങ്ങനെ പറഞ്ഞു. തീർച്ചയായിട്ടും അത്രയാണ് അമ്മാതിരി സ്ഥലം. അല്ല നമ്മള് ഡൈവേർട്ട് ചെയ്ത് ഇങ്ങോട്ട് വരാൻ തോന്നുന്നതല്ല. നീ പറഞ്ഞ കാര്യം നേരെ പോവാണ്ട് അടിപൊളിയായി. ചുരം ഇറങ്ങിയിട്ട് താവളൊക്കെ കഴിഞ്ഞപ്പോൾ കാലാവസ്ഥയിൽ വന്നൊരു മാറ്റം സെക്കൻഡ് കൊണ്ടാണ് മാറിയത്. ആ ഒരു തണുത്ത ക്ലൈമറ്റിൽ നിന്ന് പെട്ടെന്നൊരു തമിഴ്നാട് ലെവൽ ചൂടായിരുന്നു. ഞങ്ങളത് അറിഞ്ഞു പോകുമ്പോൾ ചോദിച്ചു കഴിഞ്ഞാൽ സെക്കൻഡ് കൊണ്ട് അറിഞ്ഞു. കൈയൊക്കെ അങ്ങനെ കിടന്ന് പൊള്ളാൻ തുടങ്ങി. മഴ പെയ്യുമായിരിക്കും എന്ന് വിചാരിച്ച് നേരെ പോയതാ. അങ്ങനെ കുറച്ചധികം പോയി അകളി കഴിഞ്ഞു, ഗുളിക്കടവ് കഴിഞ്ഞു, കോട്ടത്തറൊക്കെ എത്തിയപ്പോൾ വിശന്ന് തുടങ്ങി. രാവിലെ നേരത്തെ ഇറങ്ങിയതല്ലേ, ഇന്നാ പിന്നെ ഒരു ഹോട്ടലിൽ കയറിയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ട് നേരെ കണ്ടിന്യൂ ചെയ്യാന്ന് വെച്ചു. നല്ലൊരു മലബാർ ബിരിയാണിയൊക്കെ കഴിച്ച് ഇറങ്ങുമ്പോൾ ഞാൻ അവിടുത്തെ പയ്യനോട് ചോദിച്ചു, ഇവിടെ മഴയൊന്നും പെയ്യാറില്ലേ? അപ്പോൾ അവൻ പറഞ്ഞത് 2 ദിവസം മുന്നേ പെയ്തിരുന്നു, ഇപ്പോഴൊന്നും പെയ്യില്ലാന്ന്. അപ്പം തന്നെ എനിക്കൊരു കാര്യം മനസ്സിലായി, 2 സ്ഥലത്തും 2 ക്ലൈമറ്റാണ്. ചുരത്തിൻ്റെ മുകളിൽ തണുത്ത ക്ലൈമറ്റ് ആണെങ്കിൽ താഴത്തേക്ക് വരുന്തോറും ചൂട് കൂടി വരും. ഈ റീലുകളിലൊക്കെ കണ്ടിട്ടുള്ള ഗുഞ്ചിയൂർ എൻ്റെ മൈൻഡിലുള്ളതുകൊണ്ട് തന്നെ നേരെ വെച്ച് പിടിക്കാമെന്ന് വിചാരിച്ചു. പക്ഷേ ചൂട് കൂടി കൂടി വരുമായിരുന്നു. നമ്മൾ തൊട്ട് മുന്നേ കണ്ട ആ പച്ചപ്പെന്ന് നേരെ ഈ ഒരു മരുഭൂമിയിലേക്കുള്ള ഷിഫ്റ്റ് ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടാവില്ല. ഇനിയും പോയാൽ ഗുഞ്ചിയൂരും ഇങ്ങനെ തന്നെ ആയിരിക്കും എന്നുള്ള മൈൻഡിൽ വന്നുകൊണ്ട് നേരെ അവിടുന്ന് തിരിച്ചു. അപ്പോൾ ഇത്ര ആയിക്കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും അപ്പോൾ അട്ടപ്പാടിയിൽ ഒന്നുമില്ലേ കാണാൻ. അങ്ങനെയല്ല, ഒരുപാട് സ്പോട്ടുകളുണ്ട്. ഞാനത് അടുത്ത വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഞാനൊരു ഓവറോൾ റിവ്യൂ ആണ് ഈ ഫസ്റ്റ് വീഡിയോയിൽ ഉദ്ദേശിച്ചത്. എങ്ങനെയാണ് അട്ടപ്പാടിനൊരു ഘടന കിടക്കുന്നതെന്നുള്ളത്, ഗോത്രഗ്രാമങ്ങളും വ്യൂ പോയിന്റും ഒക്കെ ആയിട്ട് അടുത്ത വീഡിയോയിൽ ഞാൻ വരാം. അപ്പോൾ പാലക്കാടിനെ പറ്റി പറയുമ്പോഴേ കൊല്ലങ്കോട് ഒരു സൈഡ്, മലമ്പുഴ ഒരു സൈഡ്, കൽപ്പാത്തി ഒരു സൈഡ്, അട്ടപ്പാടിയും സൈലന്റ് വാലി ഒരു സൈഡ്, അതുപോലെ പൂരങ്ങളും നേർച്ചകളും ഈ തനി അച്ചടി ഭാഷ സംസാരിക്കുന്ന ഞാൻ ഉൾപ്പെടെയുള്ള വല്ലവനാടൻ പ്രദേശങ്ങൾ, അങ്ങനെ പരന്നു കിടക്കുന്ന ഒന്നാണ് പാലക്കാട്. സോ അടുത്ത വീഡിയോ ആയിട്ട് കാണാം.